ചേട്ടാ, എന്റെ വക ചെറിയൊരു സമ്മാനം. ഷെഡില്ല എന്നറിയാം, ചെറിയൊരു സമ്മാനം. അയ്യോ, കരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ജോണേട്ടനെ ഇപ്പോ കേരളത്തിൽ അറിയാത്തവരുണ്ടാവില്ല. ഇപ്പൊ വന്നത് എന്താന്ന് വെച്ചാല്, മോള് ഇവിടെ മലമ്പുഴയിൽ പഠിക്കുന്നതാണ്. കോളേജിന്റെ പേരെന്താ മോള്? ലീഡ്സ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവര് ഷെഡില്ലാത്തൊരവസ്ഥ കണ്ടതുകൊണ്ട് ടെന്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊടുന്ന് കൊടുത്തതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ അത് എന്താണ് ജോണേട്ടാ പറയാനുള്ളത് മോളോട്? 100 നന്ദി പറഞ്ഞാലും തീരെയില്ല. കാരണം വളരെ ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു അത്. ഞാൻ എൻ്റെ ആ ഉള്ളിൽ കണ്ടത് ദൈവം കണ്ടു. ദൈവം മോളിലൂടെ എത്തിച്ചു. ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്രിസ്മസ് സമയത്ത് ഇതേപോലെ വഴിയിൽ ചെറുതായിട്ടൊരു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ക്രിസ്മസ് സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെ ഇരുന്നു. അപ്പോൾ ചെറിയൊരു ജോലിയൊക്കെ ആയി. എങ്ങനെയുണ്ട് വീഡിയോസ് കണ്ടതിന് ശേഷം ലോകം മൊത്തം അറിഞ്ഞിരിക്കുക. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാർ. കുറച്ച് സഹായങ്ങൾ കിട്ടി. ആൾക്കാർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. രാജധാനി സ്വർണ്ണക്കടക്കാർ ചൊവ്വാഴ്ച കടന്ന് നേരിട്ട് വരുമെന്ന് പറഞ്ഞ് ഒരു വീടും 5 സെൻറ്റ് സ്ഥലവും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മൈജിക്കാർ ഇവിടെ ഷെഡ് കെട്ടിത്തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. കണ്ട ആൾക്കാർ മാത്രമല്ല, എന്നെ വിളിച്ചവരും കുറച്ച് പൈസ സാമ്പത്തികമായിട്ട് സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഈ തുടങ്ങിയത് ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോട് തുടങ്ങിയതല്ല. എന്തായാലും ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ അത് ഇത്രയും ഇതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കൂടുതൽ വിറ്റ് കുറച്ച് ലാഭം എടുക്കണം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും. ഗ്ലാസ് ചെറുതായി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും മറ്റേട്ടാ, ഒരുപാട് ബിസിനസ് പൊളിഞ്ഞ് നിൽക്കുന്ന ആള് ഒരു ജീവിക്കാൻ വേണ്ടി കൂടെ തന്നെ ഡിപ്പെൻഡ് വേറെ ആൾക്കാരുണ്ട്. ദൈവം തരുമെന്ന് അതൊന്നും ബേജാറില്ല, മനസ്സിന് ബേജാറില്ല. അതൊക്കെ ദൈവം തരും.